പ്രകൃതിയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കോഴിക്കോട്ടിലെ മീശപ്പുലിമല. അതെ, കോഴിക്കോട്ടുകാരുടെ സ്വന്തം പൊൻകുന്ന് ഹിൽസാണ് നമ്മുടെ ഇന്നത്തെ ട്രാവൽ സ്റ്റോറി. ഞാനും എൻ്റെ സുഹൃത്തും ഉച്ചനേരത്തെ മഴ കണ്ടിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടത്. നമുക്ക് നേരെ വിഷ്വൽസിലേക്ക് പോകാം. അതിനിടയിൽ നമുക്ക് പൊൻകുന്ന് ഹിൽസിൻ്റെ കഥയും കേട്ട് സഞ്ചരിക്കാം. കോഴിക്കോട് സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്റർ മാറിയാണ് ചെങ്കൽമലയായ പൊൻകുന്ന് ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ദൃശ്യഭംഗിയാൽ ആകർഷണീയമായ ഒരു പ്രദേശമാണ് പൊൻകുന്ന് ഹിൽസ്. മലയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ അറബിക്കടലും പശ്ചിമഘട്ട മലനിരകളുമടക്കം ജില്ലയുടെ എല്ലാ ഭാഗങ്ങളും ദൃശ്യമാണ്. മനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ ഒരുപാട് സഞ്ചാരികൾ മല കയറാനെത്തുന്നു. സെപ്റ്റംബർ മുതൽ മാർച്ച് വരെയാണ് പക്ഷി നിരീക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ സമയം. ഡിസംബറിലാണ് ഏറ്റവും അധികം പക്ഷികളെ കാണാനാവുക. മഴക്കാലത്ത് മലയിലെ പുൽമേടുകൾ പച്ചപ്പണിഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. വന്യമൃഗങ്ങൾക്ക് അഭയമൊരുക്കുന്ന 300 മീറ്റർ വരെ ദൈർഘ്യമുള്ള സ്വാഭാവിക ഗുഹകളും മലകളിലുണ്ടെന്ന് പറയപ്പെടുന്നു. ഒരുപാട് കുറ്റിച്ചെടികളും ഔഷധച്ചെടികളും ധാരാളമായി കാണപ്പെടുന്നു. പുൽമേടുകളും ചെങ്കൽപ്പാറകളും ഒറ്റപ്പെട്ട വൃക്ഷങ്ങളും പലയിനം പക്ഷികൾക്കും അനുയോജ്യമായി മലയെ മാറ്റുന്നു. പക്ഷികൾക്ക് പുറമെ കാട്ടുപന്നി, കുറുക്കൻ, കാട്ടുപൂച്ച, കീരി, വെരുക്, അണ്ണാൻ, എലികൾ, പാമ്പുകൾ, മുയൽ തുടങ്ങിയ ജീവികളുടെ ആവാസ കേന്ദ്രമാണിവിടം. ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഞങ്ങൾ പോയിട്ട് ഈ വക സാധനങ്ങളെയൊന്നും അവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. എന്നാലും സൂക്ഷിച്ച മല കയറുക. അതുപോലെ ചിത്രശലഭങ്ങൾ, നിശാശലഭങ്ങൾ, മറ്റു കീടങ്ങൾ തുടങ്ങിയവയും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു. ഞങ്ങൾ പോയ സമയത്ത് ചെറിയ ചാറ്റൽ മഴയും തണുത്ത കാറ്റും കോടമഞ്ഞുമായിട്ട് അതിമനോഹരമായ കാഴ്ചയായിരുന്നു പൊൻകുന്ന് ഞങ്ങൾക്കൊരുക്കിയത്. ചുറ്റും നോക്കിയാൽ കോടമഞ്ഞിനാൽ മറ്റു കാഴ്ചകൾ തടസ്സപ്പെട്ടിരുന്നു. പിന്നീട് ചാറ്റൽ മഴ കുറയുകയും കോടമഞ്ഞ് അതിന് കൂടെ പോവുകയും ചുറ്റും കാണപ്പെടുന്ന പച്ചപ്പും തണുത്ത കാറ്റും ആവോളം ഞങ്ങൾ ആസ്വദിച്ചു. വൈകുന്നേരം 5 മണിയായപ്പോഴേക്കും ഞങ്ങൾ മലയിറങ്ങി വീട് ലക്ഷ്യമാക്കി തിരിച്ചു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.